ഇതാദ്യമായാണ് ശശികലയ്ക്കെതിരെ ഒരു മുതിർന്ന അണ്ണാ DMK നേതാവ് തന്നെ ആരോപണങ്ങളുമായി രംഗത്തു വരുന്നത്. ജയലളിത ആശുപത്രിയിലായ ദിവസം പോയസ് ഗാർഡനിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവരെ ആരോ പിറകിൽ നിന്ന് പിടിച്ചു തള്ളിയതാണെന്നാണ് പാണ്ഡ്യൻ ഇന്ന് ആരോപിച്ചത്. ജയലളിതയ്ക്ക് നൽകിയ ചികിത്സയെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലെ തന്നെ പോയസ് ഗാർഡനിൽ നടന്ന സംഭവങ്ങളും അന്വേഷിക്കണമെന്നും പാണ്ഡ്യൻ ആവശ്യപ്പെട്ടു. ജയലളിതയോട് ശശികലയ്ക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ മരണം നടന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാർട്ടി ചുമതല അവർ ഏറ്റെടുക്കുമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. புரட்சித் தலைவி அம்மா அவர்கள் மறைந்து 20 நாட்களுக்குள் நான் ஜெனரல் செக்ரட்டரியாக வேண்டும், நான் முதலமைச்சராக வேண்டும். இதுதான் கான்டக்ட் ஆஃப் தி பர்சன் பிஃபோர் அண்ட் ஆஃப்டர் தி அன்நாச்சுரல் டெத் ஆஃப் அவர் லீடர். മകനും അഭിഭാഷകനുമായ മനോജ് പാണ്ഡ്യനൊപ്പമായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനത്തിനെത്തിയത്. ഇത് അണ്ണാ DMKയിൽ ഭിന്നതയുണ്ടെന്നും 40 MLA-മാർ ശശികലയ്ക്കെതിരെ നിലപാട് എടുത്തതായുമുള്ള വാർത്തകൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകുന്നതാണ്. അതേസമയം ശശികലയുടെ സത്യപ്രതിജ്ഞ അനിശ്ചിതത്വത്തിലായി. മുഖ്യമന്ത്രി O. പനീർശെൽവത്തിന്റെ രാജി ഗവർണർ വിദ്യാസാഗർ റാവു സ്വീകരിച്ചെങ്കിലും ശശികലയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഇതുവരെ അനുകൂല മറുപടി വന്നിട്ടില്ല. അതിനിടയിൽ ഷീല ബാലകൃഷ്ണന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മലയാളിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാന്ത ഷീല നായർ കൂടി രാജിവെച്ചത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. ഏറെക്കാലത്തിന് ശേഷം ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് തമിഴകം സാക്ഷിയാവുന്നത്. ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥ. ക്യാമറമാൻ JLV പ്രസാദിനോടൊപ്പം G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.